കാഥികൻ ഹാഷ്മി പോണ പോക്ക് കണ്ട ആ ദൃശ്യം കണ്ടാൽ തോന്നും ഏതാ സിനിമാ ഷൂട്ടിന് പോവുകയാണ്. വ്യാജ വാർത്തയ്ക്ക് ആദ്യമായിട്ട് ഇന്ന് കാഥികനെ കോടതി കയറ്റിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് KS അരുൺകുമാറിന് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. കേരളത്തിലെ മനുഷ്യർക്ക് ഇങ്ങനൊരു ദൃശ്യം കാണാൻ അവസരമൊരുക്കി കൊടുത്തതിൽ, ചർച്ചയിൽ പങ്കെടുക്കാൻ അതിഥിയായി ക്ഷണിച്ചു വരുത്തി അപമാനിച്ചതിനും, നിയമപോരാട്ടത്തിലൂടെ കാക്കനാട് കോടതിയിലേക്ക് കാഥികൻ ഹാഷ്മിയെ ഇന്ന് കോടതി വിളിച്ചു വരുത്തി. അതായത് ചാനൽ സ്റ്റുഡിയോയിലെ കോട്ടിട്ട ജഡ്ജി ഒറിജിനൽ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാകാൻ എത്തിയതിൻ്റെ ദൃശ്യമാണ്. ഒന്ന് കണ്ടേ. കോട്ടിട്ട കാഥികൻ എന്താ കരുതിയേ? ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് എന്ത് വിടുവായത്തരം അടിച്ചിട്ട് അങ്ങ് പോകാമെന്നാണോ? അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ നഷ്ടപ്പെട്ട അഭിമാനം അത് മുൻനിർത്തിക്കൊണ്ട് അഡ്വക്കേറ്റ് KS അരുൺകുമാർ നിയമ പോരാട്ടം നടത്തി. തൻ്റെ പേരിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ വ്യാജ വാർത്ത വിളിച്ചു കൂവിയതിന് അദ്ദേഹം നിയമത്തിൻ്റെ മാർഗത്തിലൂടെ നേരിട്ടു. ഒടുവിൽ ഇന്ന് മുട്ടിലഴഞ്ഞ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നപ്പോൾ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും ക്യാമറയായിട്ട് അവിടെ കിടന്ന് തള്ളണ്ട, അവിടെ കിടന്ന് തിരക്ക് കൂട്ടണ്ട, പ്രതികരണം എടുക്കണ്ട. എന്തൊരു ശാന്തത! ആ കാക്കനാട് കോടതി വളപ്പിലേക്ക് ഒരൊറ്റ ക്യാമറ ഇന്ന് കടന്നു വന്നിട്ടില്ല. ഒന്ന് ആലോചിക്കണേ. ചില വിടുവായന്മാർക്കൊക്കെ ഈ നാട്ടിൽ കിട്ടുന്ന പ്രിവിലേജ്. PC ജോർജ് അടിച്ച വിടുവായത്തരത്തിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നേരം വീട്ടുവളപ്പിലും കോടതി വളപ്പിലും കിടന്ന് തള്ളുന്ന ക്യാമറകൾ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ ഇന്ന് കാക്കനാട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയപ്പോൾ അവിടേക്ക് മറ്റ് ചാനലുകൾ വരാത്തത് പോട്ടെ, 24-ന്റെ ഒരു ക്യാമറയെങ്കിലും ചെല്ലാമായിരുന്നു. എന്നിട്ട് മാധ്യമധർമ്മത്തിന് വേണ്ടി അവിടെ ഒരു കഥാപ്രസംഗം നടത്താനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഗോഡ്ഫാദറായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം വയറ്റിപ്പിഴപ്പായിട്ടുള്ള ശ്രീ കണ്ഠൻ നായർ പോലും ആ വിഷയത്തെ പുറത്ത് കാണിക്കാതെ പൊതിഞ്ഞു പിടിച്ചു. പക്ഷേ അങ്ങനെ പൊതിഞ്ഞു പിടിച്ചാൽ പുറത്തു വരാതിരിക്കോ? കാഥികനെ ഇതുപോലെ കോടതിയിൽ നിർത്തി വിയർപ്പിച്ച് ഊപ്പാട് വരുത്തിച്ച് വിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ജനങ്ങളെ കാണിക്കണ്ടേ? ഞങ്ങളെ കയ്യിൽ മാത്രമേ ക്യാമറയുള്ളൂ, ഞങ്ങൾ വിചാരിച്ചില്ലെങ്കിൽ മറ്റൊന്നും ജനം കാണില്ല എന്നൊക്കെ കാഥികനൊക്കെ ആത്മവിശ്വാസമുണ്ടെങ്കിൽ അതൊക്കെ വെറും മൂഢത്ത ചിന്തയല്ലേ കാഥിക? കണ്ടില്ലേ, നാട്ടുകാർ നല്ല അന്തസ്സായിട്ട് ആ കറുത്ത ഷർട്ടും നീല ജീൻസും ഇട്ടുള്ള ആ വരവ് അത് കൃത്യമായി ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. രഹസ്യമായിട്ട് വന്നു പോയി കഴിഞ്ഞാൽ ആരും അറിയാതെ അരുൺകുമാർ കൊടുത്ത പണിയെ സംബന്ധിച്ച് ആരും അറിയാതെ രഹസ്യമായി വന്നു പോയി കഴിഞ്ഞാൽ മൂടി വയ്ക്കപ്പെടുമെന്നാണ് കരുതിയത്. കാര്യം എല്ലാ മാപ്രകളും എൻ്റെ പോക്കറ്റിലാണല്ലോ. പക്ഷേ മാപ്രകൾ മാത്രമേ പോക്കറ്റിലുള്ളൂ. നാട്ടുകാരുടെ കയ്യിൽ ക്യാമറ ഫോണുകൾ ഉള്ളതുകൊണ്ട് തന്നെ വന്നത് മുതൽ അവിടെ കോടതിക്കകത്തേക്ക് കയറിപ്പോകുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് അന്തസ്സായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ വിടുവായന്മാരായിട്ടുള്ള കോട്ടിട്ട ജഡ്ജിമാർക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു സന്ദേശമായിട്ട് ഈ ദൃശ്യം മാറുകയാണ്. വൈകുന്നേരങ്ങളിൽ ഒരു കോട്ടും എടുത്തിട്ട് ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് എന്ത് തോന്നിവാസവും വിളിച്ച് പറഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇതുപോലെ കോടതി വരാന്തകളിൽ കിടന്ന് ഓരോ അവതാരങ്ങൾക്കും നിരങ്ങേണ്ടി വരുമെന്നതിൻ്റെ ശക്തമായ സൂചനയാണ് അപമാനിച്ചതിൻ്റെ പേരിൽ ഡോക്ടർ KS അരുൺകുമാർ കാഥികൻ ഹാഷ്മിയെ കോടതി കയറ്റിക്കൊണ്ട് ഇന്നിപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടായിരിക്കും. വരിവരിയായിട്ട് പലർക്കും ഇനി ഇതേ തോന്നിവാസം കാട്ടിയാൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥ വരുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറുകയാണ് ഇന്ന് കാക്കനാട് കോടതിയിലെ ഈ കൺകുളിർപ്പിക്കുന്ന ദൃശ്യമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.